ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്ന് ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടിട്ട് ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ടിരിക്കുന്ന ദിവസമാണ്. നശ്യൻ നമ്മുടെ കൂടെ ഉണ്ട്. അവൻ ഇന്ന് ലീവ് കിട്ടിയിട്ടുണ്ട്. അതൊരു മുസ്ലിം സ്ഥാപനമാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടെ അവർ ലീവ് കൊടുത്തു. അപ്പം ഇന്നലെ ഇന്നും നാളെ അവന് ലീവ് കിട്ടിയിട്ടുണ്ട്. നാളെ പിന്നെ സൺഡേ അല്ലേ, സ്ഥാപനങ്ങളൊന്നും അധികം തുറക്കത്തില്ലല്ലോ, ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ. കാരണം നമ്മുടെ 3 പെറ്റ്സിന് നമുക്ക് മെഗാവാക്ക് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ, നമ്മൾ ഒരു പ്രൊട്ടക്റ്റീവ് ഇഞ്ചക്ഷൻ ആയിട്ടുള്ള റാബീസ് കൂടാതെ നമ്മൾ എടുക്കാറുണ്ട് എല്ലാ വർഷവും. അതിനത്ര 900 ഒരെണ്ണത്തിന് 900 ഒരു ഇഞ്ചക്ഷൻ അങ്ങനെ റേറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ അതെല്ലാം കൊടുക്കാറുണ്ട്. കാരണം ഇങ്ങനത്തെ പാർവോ പോലെയുള്ള രോഗങ്ങളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഡോഗ്സിനും ക്യാറ്റിനും ഒക്കെ കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ആണ് മെഗാവാക്ക് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് പുറമേ നിന്ന് മേടിക്കണം. എന്നിട്ട് നമുക്ക് മൃഗാശുപത്രി കൊണ്ടുപോയിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം. അപ്പൊ അത് നമ്മളെല്ലാം കൊല്ലം കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്കിന്ന് ഓട്ടോ ചേട്ടനെ വിളിച്ചിട്ട് ഓരോരുത്തരായിട്ട് ഒന്നിച്ചുകൊണ്ടായി നിങ്ങൾ ഭയങ്കര കടിപിടി വെള്ളം ഉണ്ടാക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് കൊണ്ടുപോയിട്ട് അതെല്ലാം എടുക്കണം. നമുക്ക് ഇത് ഇന്നലെ ഞാൻ എല്ലാം ടേബിളിൽ എടുത്തു വെച്ചു. ഇന്നലെ പാക്ക് ചെയ്ത് വെക്കണം എന്ന് ഓർത്തു രാത്രി. പക്ഷെ ഞാൻ ഈ പുറമേ കുറച്ച് പണികളായിരുന്നു കേട്ടോ. കുറച്ച് ചപ്പ് വെട്ടലും അത് ഇതൊക്കെ ആയിരുന്നു. പറമ്പില് കുറേ നമ്മുടെ ജാതി മരം നിറച്ചുണ്ടായിരുന്നു. ഇപ്പോണ്ട് അതിലേക്ക് ചെടിയൊക്കെ കയറിയിട്ട് ആ ചുറ്റുമുള്ള വെയിലെല്ലാം മറയ്ക്കുന്നു. അപ്പൊ അതുകൊണ്ട് കുറെ എണ്ണം ചോല വെട്ടി. അപ്പൊ കുറെ ഫ്രൂട്ട്സ് മരങ്ങൾ നന്നായിട്ട് ചെറുനാരകമൊക്കെ നന്നായിട്ട് വളർന്നു വന്നുള്ളൂ അതിന്റെ ചോട്ടി നിൽക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പൊ എന്റെ കണ്ണിൽ എന്തോ കരട് പോയി. കുറെ നേരം ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ. കുറെ കഴിയൊക്കെ നോക്കി. പിന്നെ എന്റെ അടുത്ത് ഉണ്ടാകുന്ന മെഡിസിനൊക്കെ ഞാൻ ഒഴിച്ചു നോക്കി. പക്ഷെ ആ ഇറിറ്റേഷൻ കുറയുന്നില്ല. കണ്ണിന് ഇങ്ങനെ വെള്ളം വരും പോലെ. അപ്പൊ എന്തൊരു കരട് ഇപ്പോഴോ സംശയമുണ്ട്. അപ്പൊ അതൊന്ന് കൊണ്ട് കാണിക്കണം എനിക്കായി ഹോസ്പിറ്റലിൽ. അങ്ങനെ ഇന്ന് കുറെ കാര്യങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് അമൃത് വരും. അപ്പൊ അതൊരു കാര്യം. അപ്പൊ ഷോപ്പിങ്ങിനൊന്ന് പോകാനുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കണ്ണിന് ഇങ്ങനെ വെള്ളം വരുന്നു ഒരു കണ്ണ്. അപ്പൊ ഓരോരുത്തര് ഒത്തിരി സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് എന്തൊക്കെയാന്നുള്ളത്, പ്രത്യേകിച്ച് മില്ലറ്റ്സ് ഒക്കെ കൂട്ടുകാരെ നമ്മൾ എന്തായാലും മേടിക്കണം. ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഈ മില്ലറ്റ്സ് ആണ്. കാരണം പെട്ടെന്ന് നമ്മൾ ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ്, ഇഡ്ഡലി, ദോശ, അപ്പം അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലേക്ക് ഷുഗറിന്റെ സ്പൈക്ക് ഉണ്ടാവും. ബ്ലഡിലേക്ക് ആ ഷുഗർ എത്തിച്ചേരുന്നത്. അപ്പൊ ആ രീതി നോക്കുവാണെങ്കിൽ ഇപ്പൊ രാവിലെ നമ്മളൊരു മില്ലറ്റ്സിന്റെ 2 ദോശ കഴിക്കുവാണെങ്കിൽ, ഗീ ഒക്കെ പരട്ടിയിട്ട് നമ്മൾ ഒരു ദോശ ഇട്ട് ചുട്ടെടുക്കുവാണെങ്കിൽ വൈകുന്നേരം വരെ നമുക്ക് അത്ര വിശക്കത്തും ഇല്ല. എന്നാൽ സ്ലോലി നമുക്ക് ആ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റുകയും ചെയ്യും. സ്ലോലി എനർജി ഇതാകത്തുള്ളൂ. മീൻസ് ഷുഗർ ബ്ലഡിലേക്ക് ആകത്തുള്ളൂ. ആ ഒരു രീതിയിലാകുമ്പോൾ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇത് കാർബോഹൈഡ്രേറ്റ് അല്ല, ഇത് ഫുള്ള് ധാന്യങ്ങളാണ്. ഇതില് പിന്നെ ധാരാളം മിനറൽസും പ്രോട്ടീൻസും അതുപോലെ വിറ്റാമിൻസും ആണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വേണ്ടതാണ്. സെല്ലുകളൊക്കെ റിജുനേറ്റ് ആകുമ്പോൾ സെല്ലുകളൊക്കെ പുതിയ സെല്ലുകൾ വരുമ്പോൾ അതിന്റെ എനർജിക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനും വേണ്ടതാണ് നമുക്ക് പ്രോട്ടീന്, അതുപോലെ ബാക്കിയുള്ള വിറ്റാമിൻസും. അതിന്റെ കലവറയാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. 5 ടൈപ്പ് മില്ലറ്റ്സിന്റെ ഒരു പാക്കറ്റ് ആണ് ഇത്. അപ്പൊ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചരിയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഇപ്പൊ മാസത്തില് ഒരു മില്ലറ്റ്സ് എങ്കിലും നിങ്ങൾ എന്റെ അടുത്ത് മേടിക്കുക. ആ രീതി നോക്കുമ്പോൾ ഇത് അത്രയും ഗുണമുള്ള സാധനമാണ്. എന്തായാലും നിങ്ങൾ മിസ് ചെയ്തത് മേടിക്കണം കേട്ടോ. എന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം റിപ്പീറ്റ് സാധനങ്ങൾ മേടിക്കുക. ഇന്ന് തന്നെ പാക്ക് ചെയ്യുമ്പോൾ നോക്കുള്ളൂ എന്തോരം ഗീ ഒക്കെ ഓരോരുത്തർ മേടിക്കുന്നതെന്നുള്ളത്. അതെന്തുകൊണ്ടാ ഇത്രയും പ്രയോജനമുണ്ട്, നല്ല പ്രൊഡക്റ്റ് ആണെന്ന് അറിയുന്നതുകൊണ്ടും പിന്നെ ഇതിന് ഇത്രയും ഗുണമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടും റിപ്പീറ്റ് ആണ് മിക്കവരും എന്റെ ഇന്ന് പ്രൊഡക്റ്റ് മേടിക്കുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം റിപ്പീറ്റ് ആണ്. മേ ബി ഒരു 18,000 പേര്, ഇപ്പൊ എന്റെ ഒരു അറിവ് അനുസരിച്ച് ഒരു 18,000 പേര് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട്. മീൻസ് ഞാൻ എല്ലാവർക്കും നമ്പർ ഇട്ടിട്ട് നമ്മൾ ഫോണിലും ഒക്കെ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അപ്പൊ അവര് തന്നെ റിപ്പീറ്റ് നമ്മുടെ അടുത്ത് പലപ്പോഴും പ്രൊഡക്റ്റുകൾ തീരുമ്പോ മേടിക്കുന്നത്. പിന്നെ അവർ അടുത്ത ആൾക്കാരോട്, അവരുടെ ബന്ധുക്കളോട്, റിലേറ്റീവ്സിനോട് പറയും. അങ്ങനെയാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ 1-2 ടേബിളിലേക്ക് കൊണ്ടുവച്ചിട്ട് ഇന്ന് പാക്ക് ചെയ്ത് വിടാനുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ പിന്നെ കാണിച്ചു തരാം എന്തൊക്കെയാന്നുള്ളത്. പിന്നെ ഞാൻ പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ മേടിച്ചിരിക്കുന്നത് ആ മില്ലറ്റ്സ് 1 kg. അതുപോലെ തന്നെ 2 ടൈപ്പ് മരത്തിന്റെ തവി, അത് അങ്ങനെ മേടിച്ചിട്ടുണ്ട്. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കുറെ നേരം വെട്ടത്തിലേക്ക് നോക്കുമ്പോ. അപ്പം കരിയല്ല കേട്ടോ, കരച്ചിലൊക്കെ നിർത്തി. അപ്പൊ അങ്ങനെ ഇത് നമുക്ക് വയറൊതുങ്ങാൻ വേണ്ടിയിട്ടുള്ള നല്ല പിന്നെ കോട്ടന്റെ പാന്റിയാണ്. പക്ഷേ ഇങ്ങനെ വലിയ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വയറ് നന്നായിട്ട് അങ്ങ് ഒതുങ്ങും. അങ്ങനെയാണ് ഇപ്പൊ മിക്കവർക്കും കുറച്ച് ചാളവയറ് ഇവിടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ലേഡീസിനൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പൊ ആ രീതിക്ക് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് ഒരു 2 ലെയർ ഉള്ളിലേക്ക് മടങ്ങും. അപ്പൊ നമുക്ക് ഒട്ടും വയറില്ലാന്നൊരു തോന്നല് ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും. ആ ഒരു രീതിയിലേക്ക് നന്നായിട്ട് ഒതുങ്ങുന്നതാണ് ആ ഒരു രീതിയിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും മേടിക്കുന്നുണ്ട് ഇതങ്ങനെ. പിന്നെ അവര് 1 kg ഗീ ആണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ അവര് ഗ്രീൻ ടീ മേടിച്ചിട്ടുണ്ട്. ഇത് നല്ല ഗ്രീൻ ടീ ആണ്. അതായത് ഇതിലൊരു 3-4 ഇല എടുത്താൽ മതി. 3-4 ഉണ്ടെങ്കിൽ ചുരുണ്ടി ഇരിക്കുമായിരിക്കും. അത് ഇങ്ങനെ ഒരു 4-4 എടുത്തിട്ട് ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക, മൂടി വെക്കുക, ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കുക. അപ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു സത്തല്ല, ആന്റി ഓക്സിഡന്റ് കലവറയാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒത്തിരി കഴിക്കരുത്, ഡയൂറിറ്റിക് ആണ്. അതായത് ശരീരത്തിൽ ഒത്തിരി ഗുണം കിട്ടും, നമുക്ക് ഒത്തിരി യൂറിൻ പോകും. അപ്പൊ അന്നേരം നമുക്ക് ഒത്തിരി വെള്ളവും കൂടി ആ രീതിയിൽ പോകുമല്ലോ. അതുകൊണ്ടാണ് പിന്നെ 3-4 ഗ്ലാസ് ഒക്കെ തടി കുറയാനും സൗന്ദര്യം കൂടാനും സ്കിന്ന് തിളങ്ങാനും ഒക്കെ 3-4 ഗ്ലാസ് പിന്നെ ഗ്രീൻ
ഗ്രീൻ ടീ കുടിക്കുന്നവരുണ്ട്, അങ്ങനെയൊന്നും കുടിച്ചേക്കരുത്. ഒരു ഗ്ലാസ് മാത്രം, അത് 3-4 ഇല ഇതിൽ നിന്ന് എടുത്തിടുക, മൂടി വെക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇല അങ്ങ് വിടരും. അതിലെ സത്തെല്ലാം ആന്റി ഓക്സിഡന്റ് അടക്കം എല്ലാം ആ ഒരു ഇളം പച്ച നിറത്തിലേക്ക്, ഇളം പച്ച കേട്ടോ, ഒരു ഗ്രീൻ പയറിന്റെ പച്ച പോലത്തെ അങ്ങനത്തെ ഒരു ഇളം കളറ്, പിന്നെ ആർട്ടിഫിഷ്യൽ കളറല്ല, ഇതിന്റെ തന്നെ സത്ത് വെള്ളത്തിലേക്ക്, ചൂടുവെള്ളത്തിലേക്ക് ഇറങ്ങും. അത് ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ ഒരു മിനിമം ചൂടിൽ നമ്മളത് കുടിക്കുക. ഒരു ദിവസത്തിൽ 1 ഗ്ലാസ് എത്ര വേണേ കുടിക്കാം. അങ്ങനെയൊക്കെയാണ്. അതാണ് ഗ്രീൻ ടീ എല്ലാവരും നമ്മുടെ അടുത്ത് മേടിക്കുന്നത് കേട്ടോ. പിന്നെ വയനാടൻ കറിമഞ്ഞള്, നമ്മൾ വയനാടൻ കർഷകരിൽ നിന്ന് പുഴുങ്ങിയ മഞ്ഞൾ ശേഖരിച്ചിട്ട് അത് നമ്മൾ ഒന്നോടെ നന്നായിട്ട് കഴുകി ഉണങ്ങി, നമുക്ക് തന്നെ മില്ലുണ്ട്, എന്റെ അനിയത്തി കൊച്ചിനാ മില്ലുള്ള, അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പൊടിച്ച് നമ്മൾ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോയുടെ നമ്മുടെ കറിമഞ്ഞളുടെ പാക്കറ്റുകളാണ് എല്ലാവരും മേടിക്കുന്നുണ്ട്. നമുക്ക് ശുദ്ധമായ കറിമഞ്ഞൾ കിട്ടത്തേയില്ല പുറമേന്ന്. മിക്കതും എന്തൊക്കെയോ മായം ചേർത്ത്, കളറൊക്കെ ആഡ് ചെയ്ത് മായം ചേർത്ത് ആ രീതിയിൽ അങ്ങനെ കഴിച്ചാൽ ഗുണമില്ലെന്ന് മാത്രമല്ല ദോഷം കൂടുകയും ചെയ്യും. അത്രയും സാധനമാണ്. അപ്പൊ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റ് കേട്ടോ. അപ്പൊ അത്രയും സാധനങ്ങൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്യാം. ഇന്നലെ എന്റെ വാട്സപ്പിൽ 2 വോയിസ് മെസ്സേജ് വന്നിരുന്നു. ആദ്യത്തെ വോയിസ് മെസ്സേജിൽ ദേഷ്യപ്പെടല്ലേ ചേച്ചി, എന്റെ അവസ്ഥ മനസ്സിലാക്കണം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്നെ ബ്ലോക്ക് ചെയ്യല്ലേ, ഇത് കേൾക്കുമ്പോൾ എന്നൊക്കെ സോറി കൊണ്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നത്തെ വോയിസ് മെസ്സേജിൽ ആ കുട്ടി കാര്യം ചോദിച്ചു. കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു അവൾക്ക്. അതിന്റെ ഡൗട്ട്സ് ഒക്കെ പറയാൻ ഞാനിവിടെ. പിന്നെ അവളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞു. ഒരു പാവം പെങ്കൊച്ചട്ടോ. അവളുടെ ഒന്നാമത്തെ സംശയം, ചേച്ചിയുടെ ബ്രസ്റ്റുകൾ ഒറിജിനൽ തന്നെയാണോ അതോ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് വച്ചു പിടിപ്പിച്ചതാണോ? സംശയം 2, എങ്ങനെയാണ് ഈ പ്രായത്തിൽ ഇത്ര ഭംഗിയിലും ഷേപ്പിലും ഇരിക്കുന്നത് മാറിടങ്ങൾ? സംശയം 3, ഓപ്പറേഷൻ ആണെങ്കിൽ ഏത് ഹോസ്പിറ്റലാണ് ചെയ്യുക, എത്ര രൂപയാകും? സംശയം 4, ബ്രസ്റ്റിന് വലുപ്പം ഇല്ലാത്തത് കൊണ്ട് പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിന് പാലില്ലാതെ വരുമോ? സംശയം 5, എന്റെ ഭർത്താവ് എന്നെ വെറുക്കുന്നത് ബ്രസ്റ്റിന് വലുപ്പം ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കുമോ? എല്ലാ ഹസ്ബൻഡുമാരും ഇതുപോലെ ആയിരിക്കുമോ? ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ചെറുതാണെങ്കിൽ അവളെ ഇഷ്ടമില്ലാതാകുമോ? സംശയം 6, ഓപ്പറേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ബ്രസ്റ്റുകൾക്ക് വലുപ്പം വയ്ക്കാൻ? എങ്കിൽ അതൊന്ന് പറഞ്ഞു തരാമോ? സംശയം 7, ബ്രസ്റ്റ് സൈസ് കൂടുന്ന ഓയിൽ എന്ന് പരസ്യം കണ്ടു, അത് മേടിച്ച് തേച്ചാൽ പ്രയോജനം കിട്ടുമോ? സംശയം 8, ഗുളിക കിട്ടുമോ ബ്രസ്റ്റ് സൈസ് കൂടാൻ? ഇതുപോലെ കുറെ സംശയങ്ങൾ. പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ ആ കൊച്ചതിന്റെ ദയനീയമായ ലൈഫ് സ്റ്റോറി എന്നോട് പറഞ്ഞു. ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, ഞാൻ പലപ്പോഴായി മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 100ൽ 10 സ്ത്രീകൾക്ക് മാത്രമാണ് നല്ലവനായ യഥാർത്ഥമായ ഒരു പുരുഷനെ കിട്ടുക. ബാക്കി 90% പെണ്ണുങ്ങൾക്കും എവിടെയെങ്കിലും കിടക്കുന്ന തട്ടിയതും പൊട്ടിയതും വക്ക് പൊട്ടിയതുമായ ഫ്രോഡുകളെ ഭർത്താവായി കിട്ടും. പിന്നെ ആ സ്ത്രീയുടെ ലൈഫ് നരകമാകും. ധൈര്യമുള്ളവരൊക്കെ ആ ബന്ധത്തിൽ നിന്ന് സകലത് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോരും. ബാക്കിയുള്ള കാലമെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കും. ധൈര്യം ഇല്ലാത്ത കുറെ സ്ത്രീകളുണ്ട്. ഒരു ജന്മം മുഴുവൻ അടിമയെ പോലെ വേദനിച്ച് ജീവിച്ചു മരിക്കും, വിധിയെ പഴിക്കും. ഇവിടെ ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിൽ അമ്മായിയമ്മ കൂടി വില്ലത്തിയാണ് കേട്ടോ. മിക്കപ്പോഴും അമ്മായിയമ്മ പരിഹസിക്കും പോലും, കാക്കയ്ക്ക് കൊത്താൻ പോലും ഇറച്ചിയില്ല അവളുടെ മേത്ത്, എന്നിട്ട് ഒരുക്കത്തിന് ഒരു കുറവില്ല എന്നാണ് മിക്കപ്പോഴും ഡയലോഗ് എന്ന് ആ കൊച്ചു സങ്കടത്തോടെ പറഞ്ഞു. അത്യാവശ്യം താടിയൊക്കെ ഉള്ള ശരീരമാണ് പോലും ആ കൊച്ചിന്, പക്ഷെ ബ്രസ്റ്റ് സൈസ് ഒട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഫ്ലാറ്റ് പോലെ തോന്നിക്കും. അത് കാണുമ്പോൾ അമ്മായിയമ്മ ഇതുപോലെ പല പല ഡയലോഗുകളും മുന വെച്ച് പറയും എന്നോട് പറഞ്ഞു. അടുത്ത കസ്റ്റമർ മേടിച്ചിരിക്കുന്നത് ഗീയും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളുമാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ ഒത്തിരി നല്ലതാണ് കൂട്ടുകാരെ. മിക്ക വീട്ടിൽ അമ്മായിയമ്മയും നാത്തൂനും കൂടി പിരികേറ്റി കൊടുത്തിട്ടാണ് ഫാമിലി ലൈഫ് തകർക്കുന്നത്. സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചില അമ്മമാരും ചില പെങ്ങളും ഒക്കെ മകനെ അല്ലെങ്കിൽ ആങ്ങളെ മാനസികമായി കാണുന്നത് അവരുടെ സെക്കൻഡ് ഹസ്ബൻഡ് എന്ന നിലയിൽ ആണ് പോലും. അയാളുടെ ജീവിതം ജീവിക്കാൻ വിടില്ല. ഓൾവേസ് ഭാര്യയെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുത്ത് വഴക്കുണ്ടാക്കിക്കും. കല്യാണം കഴിച്ച മകനെ ഭാര്യയ്ക്ക് കൊടുക്കാതെ കൈയടക്കി വെച്ച് ഒരു മെന്റൽ ഹസ്ബൻഡിനെ പോലെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരമ്മയെ ഭർത്താവ് കുറെ പിള്ളേർ ഉണ്ടായിട്ടും ആങ്ങളെ മെന്റൽ ഹസ്ബൻഡ് പോലെ ട്രീറ്റ് ചെയ്ത് ഡെയിലി 5-6 മണിക്കൂർ ഫോൺ വിളിച്ച് സ്വന്തം ഹസ്ബൻഡിന്റെ കുറ്റവും കുറവും പറഞ്ഞും ഒരിക്കൽ പോലും കാണുകയോ മിണ്ടുകയോ ചെയ്യാത്ത ആങ്ങളയുടെ വൈഫിനെ കുറിച്ച് ഊഹിച്ച് 100 കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് അവസാനം ആങ്ങളെ മാനസിക ഹസ്ബൻഡ് ആക്കി മാറ്റി അവരുടെ പരിചാരകനെ പോലെ വേലക്കാരനെ പോലെ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ എനിക്ക് പേഴ്സണലി അറിയാട്ടോ. അതുകൊണ്ട് മിക്ക കുടുംബങ്ങളും തകർക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. ഇതുപോലെ മകനെ അല്ലെങ്കിൽ ആങ്ങളെ മെന്റൽ ഹസ്ബൻഡ് ആക്കി കൊണ്ടുനടന്ന് മിക്ക കുടുംബവും തകർക്കുന്നത് സ്ത്രീകൾ
സ്ത്രീകൾ തന്നെയാണ് കേട്ടോ. ആ കൂടെ ഹസ്ബൻഡ് ഒരു ഫ്രോഡ് കൂടിയാണ്. തീർന്നു ആ സ്ത്രീയുടെ കഥ അല്ലെ. അവരുടെ ഒന്നാമത്തെ ഡൗട്ടിന് മറുപടി പറയാം നമുക്ക്. എന്റെ ബ്രസ്റ്റുകൾ സർജറി ചെയ്ത് വച്ചു പിടിപ്പിച്ചതല്ല, 916 ഒറിജിനൽ തന്നെയാണ്. സംശയം 2, എങ്ങനെയാണ് ഈ പ്രായത്തിൽ ഇത്ര ഭംഗിയിലും ഷേപ്പിലും ഇരിക്കുന്നതെന്ന്. എന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ, അതായത് പ്രഗ്നന്റ് ആയപ്പോൾ ബ്രസ്റ്റ് സൈസ് കുറെ കൂടി വലിപ്പം വെച്ചു. പക്ഷെ ഇടിമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഭാഗ്യ ബ്രസ്റ്റിന് ഉടവൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ ഞാനും ഇങ്ങനെ സമാധാനിച്ചു. പ്രഗ്നന്റ് ഒക്കെ ആവുന്ന സമയം മുതൽ ബ്രസ്റ്റ് ഒക്കെ അങ്ങനെ തൂങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ഒരുപാട് ആശ്വസിച്ചു കേട്ടോ. അങ്ങനെ ഡെലിവറി പെയിൻ തുടങ്ങി. ആ ടൈം ഒന്നും ബ്രസ്റ്റ് ഇടുകയോ ഷേപ്പ് വ്യത്യാസം തോന്നുകയോ ചെയ്തിട്ടില്ല. സൈസ് നന്നായി കൂടിയിരുന്നു എന്നതൊഴികെ. അങ്ങനെ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർസെപ്സ് ഡെലിവറി ആയിരുന്നു എന്റെ കേട്ടോ. ലേബർ ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ നോക്കുമ്പോൾ ബ്രസ്റ്റിൽ ഒരു തുള്ളി പാല് പോലും ഇല്ല. ആകെ ടെൻഷനായ എന്നോട് ഡോക്ടർ ഓക്കെ സമാധാനമായിട്ടിരിക്കൂ, പാലൊക്കെ ഉണ്ടായിക്കോളും, കുട്ടിയെ ഫീഡ് ചെയ്യിപ്പിച്ചാൽ മതി എന്ന് സമാധാനിപ്പിച്ചു. 1 ഡേ കഴിഞ്ഞു, 2nd ഡേ കഴിഞ്ഞു, കാര്യമായ മിൽക്ക് പ്രൊഡക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. എന്നാൽ 3rd ഡേ ഓ മൈ ഗോഡ്, മിൽക്ക് ബ്രസ്റ്റിൽ നിറയാൻ തുടങ്ങി. അൺലിമിറ്റഡ് സപ്ലൈ എന്നൊക്കെ പറയും പോലെ ബ്രസ്റ്റിൽ നിറഞ്ഞ മിൽക്ക്, കൂടെ ഓവർഫ്ലോ. ഒരു രക്ഷയില്ല, മിൽക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു രക്ഷയില്ല, ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ കൂടെ ബ്രസ്റ്റ് ഷേപ്പ് വല്ലാതെ മാറാനും തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോ പിന്നെ നിപ്പിളില് ക്രാക്ക് വീണു. ഭയങ്കര വേദനയുള്ള അവസ്ഥയാണത് കേട്ടോ. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ മരണ വേദന എടുക്കും. എന്നാൽ ബേബിക്ക് ഫീഡ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ബ്രസ്റ്റിൽ പാല് നിറഞ്ഞാൽ അത് കെട്ടിക്കിടന്നാൽ എൻഗോർജ്മെന്റ് എന്നൊരു അവസ്ഥ ഉണ്ടാവും കേട്ടോ. ഹാർഡായിട്ട് നീര് വെച്ച് പാല് കെട്ടിക്കിടന്ന് ഇൻഫെക്ഷൻ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. എനിക്ക് 2 ബ്രസ്റ്റിലും അങ്ങനെ ക്രാക്കഡ് നിപ്പിൾ എന്ന അവസ്ഥ വന്നു കേട്ടോ. അതായത് നിപ്പിള് പൊട്ടി അവിടെ വ്രണം പോലെ ആകുക. ഒടുക്കത്ത വേദനയാണേ, പാല് കൊടുക്കാനേ പറ്റത്തില്ല. ലാസ്റ്റ് ഡോക്ടർ ബ്രസ്റ്റില് ഹോട്ട് വാട്ടർ തുണി മുക്കി പിഴിഞ്ഞ് വെച്ചിട്ട് ബ്രസ്റ്റ് ഞെക്കി പാല് പിഴിഞ്ഞ് കളയാൻ പറയും. എന്റെ അമ്മോ, വേദന എന്താ എന്ന് ശരിക്കും അറിഞ്ഞ ദിവസങ്ങളാണ് കേട്ടോ. ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് മിൽക്ക് ഇങ്ങനെ എടുത്ത് കളയാൻ പറയും. അതും നമുക്ക് പറ്റത്തില്ല. വേദന വെച്ചാ വേദന. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് നിറഞ്ഞിട്ട് ശരിക്കും കരിങ്കല്ല് പോലെയായി 2 ബ്രസ്റ്റ് കേട്ടോ. അതികഠിനമായ വേദനയും ഇൻഫെക്ഷനും ഒക്കെ പിടിക്കുകയും ചെയ്തു. ലാസ്റ്റ് ഓയിൽമെന്റ്, ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് നിപ്പിൾ പ്രശ്നം ഒരുവിധം സോൾവ് ആയി. എങ്കിലും ഓവർ മിൽക്ക് പ്രൊഡക്ഷൻ കാരണം അത് കുറയ്ക്കാൻ വേണ്ടി ഡോക്ടർ എനിക്ക് 2 വട്ടം ഇഞ്ചക്ഷൻ എടുത്തിരുന്നു കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. പറഞ്ഞു വന്നത്, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും ബ്രസ്റ്റിന്റെ ഷേപ്പ് ശരിക്കും നഷ്ടപ്പെട്ടു. പിന്നെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര മാനസിക വിഷമമായിട്ടോ ബ്രസ്റ്റിന്റെ ഷേപ്പ് ഒക്കെ അങ്ങനെ പോവുക എന്ന് പറയുന്നത്. ബ്രസ്റ്റ് പഴയ രീതിയിലേക്ക് ആകാൻ വേണ്ടിയിട്ട് ഒരു 6 മാസം മുതൽ ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിട്ടോ. സത്യം പറയാലോ കൂട്ടുകാരെ, എനിക്കിത് വർക്കൗട്ടായി. പിന്നെ ഉലുവാക്കഞ്ഞൊക്കെ അമ്മമാര് നമുക്ക് ആ സമയത്ത് നമുക്ക് വെച്ച് തരുമല്ലോ. ഉലുവയും ജീരകവും ആണെങ്കിലും ബ്രസ്റ്റിന്റെ സൈസ് കൂടാനും ഉറപ്പ് കൂടാനും ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. അന്ന് തുടങ്ങിയ എക്സസൈസ് ഇപ്പോഴും ഞാൻ തുടരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹാങ്ങിങ് ബ്രസ്റ്റ് എന്നൊരു പ്രോബ്ലം 90% കുറച്ചു നിർത്താൻ എനിക്ക് പറ്റുന്നുണ്ട്. അത്തരം എക്സസൈസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി സംശയം 3, ഓപ്പറേഷൻ ഏത് ഹോസ്പിറ്റലിൽ എത്ര രൂപയാകും? മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തി എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി എന്നും ഓഗ്മെന്റേഷൻ മാമോപ്ലാസ്റ്റി എന്നും ഒക്കെയാണ് ഇത്തരം ഓപ്പറേഷൻ അറിയപ്പെടുന്നത്. സൈസ്, ഷേപ്പ്, വോളിയം, ഭംഗി ഒക്കെ കൂട്ടാൻ, ഓവർ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനൊക്കെ ഇത്തരത്തിൽ ഓഗ്മെന്റേഷൻ സർജറി ഉപയോഗിക്കാറുണ്ട്. ഇത് അടുത്ത ആള് മേടിച്ചിരിക്കുന്നത് 1 kg കറി മഞ്ഞളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കറി മഞ്ഞളും ഗീയും ഒക്കെ എല്ലാവരും നമ്മുടെ അടുത്ത് മേടിക്കുന്നുണ്ടെന്ന്. ഇത് കസ്തൂരി മഞ്ഞളും അവർ മേടിച്ചിട്ട് ഇത് എല്ലാവരും മേടിക്കുന്നുണ്ട്. അത്ര ഉപകാരമാണ് കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു 1-2 കൊല്ലം കണ്ട് അയ്യോറിന് എടുത്തിട്ട് ഇതുവരെ ആ സെയിം സാധനം തന്നെ യൂസ് ചെയ്യുന്നത്. ഒരു 1-2 കൊല്ലത്തേന് അത് മതി. പിന്നെ ഇതിങ്ങനെ തേഞ്ഞ് തീരും. ഇത് ഒറിജിനൽ ചകിരിയാണ്. ഇതൊരു തടിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പിന്നെ ഒരു ഡപ്പയില് കുറച്ച് ഗീ എടുത്തിട്ട് അതിലേക്ക് ഇതിങ്ങനെ വെക്കും. കുറച്ച് അടി മാത്രം ഗീ എടുക്കും. എന്നിട്ട് ആ ഡപ്പ അടക്കം അടച്ചു വെക്കും. അപ്പൊ നമുക്ക് ഓൾവേസ് നമ്മൾ ഈ ഒരു മരത്തിന്റെ ഇതേല് നമ്മൾ പിടിക്കുള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ദോശക്കല്ലിലൊക്കെ എണ്ണ വരട്ടിയിട്ട് അതേപോലെ തന്നെ അതിൽ അടച്ചു വെക്കും. അപ്പൊ ഡയറക്റ്റ് നമ്മുടെ കൈ പിടിക്കുന്ന വശോട്ട് അതിനകത്താകത്തൂല. വളരെ കുറഞ്ഞ അളവില് അതിനിട്ടാൽ മതി. അങ്ങനെ അടച്ചു വെക്കും. അപ്പൊ നല്ല വൃത്തിയായിട്ട് വേറെ അണുക്കളോ അങ്ങനെ പൊടിയൊന്നും ആകാതെ നമുക്ക് ഈ ഡപ്പയിൽ അടച്ചു വെക്കാം. പിന്നെ അത് ഇത് ചകിരി, പ്ലാസ്റ്റിക്കിന്റെ ഒന്നും യൂസ് ചെയ്യാതെ, അല്ലെ ഓരോരുത്തർ ഇങ്ങനെ ഉള്ളിയിൽ ഇങ്ങനെ സ്പൂൺ കുത്തിയിട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ എണ്ണ തേക്കും. എന്നിട്ട് നമ്മൾ ആ ഉള്ളിയും സ്പൂണും കൂടി എവിടെയെങ്കിലും ഇടും, അല്ലെ ഉള്ളി. അപ്പൊ ഉള്ളിയൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി അന്തരീക്ഷത്തിലെ ബാക്ടീരിയകൾ അതിലേക്ക് ആകുന്നുണ്ട്. പിന്നെ നമ്മൾ ദോശക്കല്ലിൽ ആ എണ്ണ വരട്ടുമ്പോൾ ആ ബാക്ടീരിയകളും അണുക്കളും എല്ലാം ഈ ഒരു ദോശക്കല്ലിലേക്കും ഫുഡിലേക്കും ഒക്കെ ആകുക. അതൊക്കെ ഭയങ്കര അൺഹെൽത്തി പ്രാക്ടീസ് ആണ്. ഉള്ളിയൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടിരിക്കുന്നത്. പിന്നെ കുറെ പേര് വാഴേന്റെ തണ്ടൊക്കെ എന്നിട്ട് ഓക്കെ മൂടിയൊക്കെ അടച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ സേഫ് ആണ്. അങ്ങനെയാണ്. ഇതാകുമ്പോൾ ഭയങ്കര സേഫ് ആണ്. ഇത് ഈ ദോശക്കല്ലിലൊക്കെ എണ്ണ വരട്ടും
പറ്റാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പം കല്ലിലൊക്കെ എണ്ണ പറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചകിരിയുടെ ഇങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്, മേടിച്ചോളൂ. ഇത് ഭയങ്കര റേറ്റ് ആണ്, 399 രൂപയാണ് ഇതിന്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കിടപ്പുണ്ട്. അത് വെച്ച് നമ്മൾ എന്ത് നിസാര വിലയ്ക്ക് ഇത് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഇത് മേടിക്കുന്നല്ലേ നല്ലത്, മേടിച്ചോളൂ. സൈസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സിലിക്കോൺ ജെല്ലാണ് ഉപയോഗിക്കുക. ബ്രസ്റ്റ് ടിഷ്യൂവിന്റെ അടിയിലായിട്ട് കട്ടിങ് ഉണ്ടാക്കി ഇത്തരം സിലിക്കോൺ ജെല്ല് സുരക്ഷിതമായി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുക. ഇതുപോലെ തന്നെ ചെസ്റ്റ് മസിലിന്റെ ബാക്ക് സൈഡും ഇതിൽ ഉൾപ്പെടും കേട്ടോ. ഈ സർജറിയിൽ ജനറൽ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുക. ഇന്ത്യയിലൊക്കെ ഒരു 2.5-3 ലക്ഷം രൂപയൊക്കെ ചെലവ് വരും ഏകദേശം എന്നാണ് എന്റെ ഒരു അറിവനുസരിച്ച്. പറയാനുള്ളത് ഇത്തരം സർജറികൾ കുറെയൊക്കെ കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. ഇൻഫെക്ഷൻ ഉണ്ടാവാം, പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാകാം, ഇംപ്ലാന്റ് വെച്ചതിന്റെ സൈഡ് ഒക്കെ ഹാർഡ് ആകുന്ന കോംപ്ലിക്കേഷൻ ഉണ്ടാകാം, ഇംപ്ലാന്റ് പൊട്ടിപ്പോകുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും. 4ാമത്തെ സംശയം ബ്രസ്റ്റിന് വലിപ്പം ഇല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞാൽ പാലുണ്ടാകില്ലേ എന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പേടിയേ വേണ്ട. സൈസും മിൽക്ക് പ്രൊഡക്ഷനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല കേട്ടോ. സംശയം 5, ഓപ്പറേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ മാറിടം വലിപ്പം വയ്ക്കാൻ? ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം. സ്ത്രീയുടെ മാറിടത്തിന് വലിപ്പം വയ്ക്കുന്നത് സ്ത്രീ ഹോർമോണുകളും പിന്നെ ഫാറ്റും കൂടിയാണ്. അതായത് ആ ഭാഗത്തുള്ള മസിലിന് മുകളിൽ കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുന്നു. ബ്രസ്റ്റിന് മാത്രമായിട്ട് മസിലില്ല. പിന്നെ ഉള്ളത് ചെസ്റ്റ് പെക്ടോറാലിസ് മസിലുകളാണ്. അത് ചെസ്റ്റ് പെക്ടോറാലിസ് മേജർന്നും മൈനർന്നും അങ്ങനെ 2 ടൈപ്പ് ഗ്രൂപ്പ് മസിൽസ് ഉണ്ട്. ഇത്തരം മസിലുകളാണ് മാറിടത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ കസ്റ്റമർ മേടിച്ചിരിക്കുന്ന 1 kg ഗീ ആണ് കേട്ടോ. ഇങ്ങനെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ എടുത്ത പൈസ അനുസരിച്ച് ഞാൻ പറയുവാണ്, 2 മേടിക്കുവാണെങ്കിൽ ഗീ ഒക്കെ എക്സ്പയറി ഡേറ്റേ ഇല്ല. ഗീ, ഹണി, കസ്തൂരി മഞ്ഞള്, അതിനൊന്നും കറി മഞ്ഞള്, അതിനൊന്നും എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. എത്ര കാലം ഇരുന്നാലും വെള്ളം ആയിട്ടില്ലേ പൂത്ത് പോകാതിരുന്നാൽ അത്രയും കാലം അങ്ങനെ നിന്നോളൂ. അപ്പൊ ഒന്നിച്ച് മേടിക്കാനേ ഒറ്റ കൊറിയർ ചാർജ് അങ്ങ് പോയിക്കോളൂ. എപ്പോഴും നമുക്ക് കൊറിയർ ചാർജിന്റെ നഷ്ടം വരത്തില്ല, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ എന്റെ കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒന്നിച്ച് മേടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെയും എല്ലാ പ്രാവശ്യം മേടിക്കുമ്പോൾ കുറെ ചാർജ് തരേണ്ടി വരില്ലേ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ 2 ഗീ ഒക്കെ എല്ലാവരും മേടിക്കണേ. അപ്പൊ മേടിച്ചങ്ങ് വെക്കാലോ. മെൻസസ് ഒക്കെ ആകുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എപ്പോഴും സ്ത്രീകൾക്ക് മാറിട വലിപ്പം കുറച്ച് കൂടിയതുപോലെ അനുഭവപ്പെടാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇതെല്ലാം ഓവുലേഷനോടനുബന്ധിച്ച സ്ത്രീ ഹോർമോണുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ്. സെക്ഷൽ സ്റ്റിമുലേഷൻ കാരണവും സെക്ഷൽ റിലേഷൻഷിപ്പിന്റെ സമയത്തും സെയിം രീതിയിൽ സ്ത്രീ ഹോർമോണുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ശരീരത്ത്. ഇതെല്ലാം സ്കിന്നിന് തിളക്കവും മാറിട വലിപ്പവും കൂടുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്ത് എപ്പൊക്കെ ശരീരഭാരം കൂടുന്നുവോ തടി കൂടുന്നുവോ യൂഷ്വലി ഫാറ്റ് കൂടുതൽ അടിയുന്നത് ബട്ടക്കിന്റെ ഭാഗത്തും പിന്നെ നമ്മുടെ ബ്രസ്റ്റ് ഏരിയയുടെ ആ ഭാഗത്തൊക്കെ ആയിരിക്കും. പ്രഗ്നന്റ് ആകുന്ന സമയത്തും ഒരുപാട് ഹോർമോൺ കൂടുതൽ ഉണ്ടാകുമ്പോൾ ബ്രസ്റ്റ് സൈസ് കുറച്ച് കൂടാറുണ്ട്. നാച്ചുറലായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സസൈസ് ചെയ്യുക. അതോടെ നമ്മുടെ ചെസ്റ്റ് മസിൽ കൂടുകയും അതിന്റെ മുകളിൽ കൂടുതൽ ഫാറ്റ് അടിയുകയും ബ്രസ്റ്റിന് വലിപ്പവും ഉറപ്പും കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭക്ഷണത്തിലൊക്കെ നട്ട്സ്, പാലിന്റെ ഇതര ഉൽപ്പന്നങ്ങൾ കുറച്ച് കൂടുതൽ കഴിച്ചു തുടങ്ങണം. അതായത് പനീർ, അങ്ങനത്തെയൊക്കെ, ചീസ്, ബട്ടർ, നെയ്യ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ. പനീറും തൈരും ഒക്കെ ഒന്നും ഓവർ ആകരുത് കേട്ടോ. പയറുവർഗ്ഗങ്ങൾ നിർബന്ധമായിട്ട് കഴിക്കണം. പ്രോട്ടീൻ എന്തായാലും വേണം. ഞാനാണേലും തടി കുറയ്ക്കാൻ ഉലുവയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ രീതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓവർ ഉലുവയിട്ട് വെള്ളം കുടിച്ചാൽ ടപ്പെന്ന് ഷുഗർ താഴും, പിന്നെ നമുക്ക് തലകറക്കം ഉണ്ടാവും, താഴെ വീഴും, ചിലപ്പോൾ ചത്തും പോകും കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് കൂട്ടി കഴിക്കുമ്പോൾ ഒക്കെ എനിക്ക് ഷുഗർ താന്ന് ഭയങ്കര തലകറക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് കൂടുതൽ കഴിക്കാനേ പാടില്ല. വളരെ കുറച്ച്, മേ ബി ഒരു 5 ഉലുവയൊക്കെ മതി ഒരു ദിവസം. അതിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് പലപ്പോഴായിട്ട് അത് കുടിക്കുക. നിങ്ങൾക്കറിയാലോ സോയാബീൻ പയറിനെ കുറിച്ച്. സോയാ പ്രൊഡക്റ്റുകളൊക്കെ ഇതുപോലെ ഈസ്ട്രജൻ ശരീരത്ത് കൂടുതൽ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യും. അതുമൂലം ബ്രസ്റ്റ് ബട്ടക്ക് ഒക്കെ കുറച്ച് കൂടുതൽ ആകാനുള്ള ധാരാളം ചാൻസും ഉണ്ട് കേട്ടോ. ഉലുവയിലുള്ള 5-2 ഈസ്ട്രജൻ എന്ന ഘടകമാണ് ഈസ്ട്രജൻ പോലെ നമ്മളിൽ എത്തി പ്രവർത്തിക്കുന്നത്. ഇത് ബ്രസ്റ്റ് സൈസ് കൂടും എന്ന് മാത്രമല്ല ബ്രസ്റ്റിന് ഉറപ്പും കൊണ്ടുവരും. അങ്ങനെയാണ് പണ്ടുള്ളവർ ഉലുവ അരച്ചിട്ട് ബ്രസ്റ്റിൽ തേപ്പിക്കുന്ന പരിപാടിയൊക്കെ ചെയ്തിരുന്നു. അതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഉലുവ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാം, ഓർ ഉലുവ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. എങ്ങനെ നമ്മുടെ ഉള്ളിലെത്തിക്കുക, അതായിരിക്കും ബെസ്റ്റ് മാർഗം. ഉലുവ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ തടി കുറയും എന്ന് മാത്രമല്ല ഇതുമൂലം ധാരാളം ഈസ്ട്രജൻ ശരീരത്ത് കൂടുന്നത് കൊണ്ട് ബ്രസ്റ്റ് സൈസ് കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയുവാണെങ്കിൽ. തൈര്, പനീര്, ബട്ടർ ഒക്കെ ഞാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. ഒന്നും ഓവർ ആകാതെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ.
ഇനി അടുത്ത ഡൗട്ട് ഓയിൽ മസാജിനെ കുറിച്ചായിരുന്നു കേട്ടോ. ആ കുട്ടിയുടെ ഓയിൽ മാത്രം തേച്ചുകൊണ്ട് മാറിടം വലിപ്പം വയ്ക്കും എന്നൊന്നും എനിക്ക് തോന്നണില്ല. പക്ഷെ കുറെ ചേഞ്ചസ് കൊണ്ടുവരും. ആ ഭാഗത്തെ ബ്ലഡ് ഫ്ലോ കൂടും, കൂടുതൽ പോഷകങ്ങൾ അങ്ങോട്ട് എത്തും. അതൊക്കെ ബ്രസ്റ്റിന്റെ വലുപ്പം കൂട്ടാൻ സഹായിക്കും. മാത്രമല്ല ശരീരത്തിലെ പല ഭാഗങ്ങളും സെക്ഷലി നോക്കുകയാണെങ്കിൽ സ്റ്റിമുലേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അതായത് ചെവിയുടെ താഴെ, പുറം കഴുത്ത്, ബ്രസ്റ്റിന്റെ ഭാഗങ്ങള്, തുടയിടുക്കുകള്, കാൽമുട്ടിന്റെ പുറം ഭാഗം, കാൽപാദം, ഇതൊക്കെ ലേഡീസിന്റെ മോസ്റ്റ് സെൻസിറ്റീവ് പാർട്ടുകളാണ്. ബ്രസ്റ്റ് മസാജ് ചെയ്യുമ്പോൾ ഇത്തരം സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ സെക്ഷൽ റിലേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പോലെ തന്നെ സ്ത്രീ ഹോർമോണുകൾ ഉണ്ടാവാൻ ഉള്ള സാധ്യതയും കൂടി കൂടുതലുണ്ട്. അപ്പൊ ഇതും ഒരു തരത്തിൽ പറഞ്ഞാൽ സഹായിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കാതെ ബ്രസ്റ്റ് മസാജ് ചെയ്യാൻ പോകരുത് കേട്ടോ. വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉള്ള ബ്രസ്റ്റ് കൂടുതൽ സാഗ് ആകാതെ നോക്കണം കേട്ടോ. ബ്രസ്റ്റ് മസാജ് റൗണ്ട് രീതി മാത്രമേ ചെയ്യാവുള്ളൂ. അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. പിന്നെ ബദാം, കശുവണ്ടി, കടല, ഇതിലൊക്കെയുള്ള ഘടകങ്ങൾ ഇത്തരത്തിൽ ബ്രസ്റ്റ് വലുപ്പം കൂട്ടാൻ സഹായിക്കും. പിന്നെ തടി കുറച്ച് കൂടണം എന്നുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഏത്തപ്പഴം, ഈന്തപ്പഴം ഒക്കെയാണ് കേട്ടോ. ഓവർ കഴിച്ച് ഷുഗർ കൂടി പ്രമേഹ രോഗിയാകാതെ നോക്കുകയും വേണം. 2 ഏത്തപ്പഴത്തിൽ കൂടുതൽ ഒന്നും കഴിക്കാനേ പാടില്ല ഒരു ദിവസം. ഇലക്കറികളിലും ധാരാളം ഫൈറ്റോ ഈസ്ട്രജൻ ഉണ്ട്. ഞാൻ ഒക്കെ ഒത്തിരി ഇലക്കറികൾ കഴിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ സ്ത്രീ ഹോർമോണുകൾ കൂടാൻ വേണ്ടിയിട്ട്. ഫൈറ്റോ ഈസ്ട്രജൻ ബ്രസ്റ്റിന്റെ സാഗിങ് കുറയ്ക്കുന്ന മാത്രമല്ല വലിപ്പം കൂട്ടുകയും ചെയ്യും. ഉലുവ മാത്രമല്ല കേട്ടോ, നല്ല ജീരകം ഉണ്ടല്ലോ, നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിലും ധാരാളം ഫൈറ്റോ ഈസ്ട്രജൻ ഉണ്ട് കേട്ടോ. ഞാൻ മിക്ക കറികളിലും നല്ല ജീരകം വാരിയിടാറുണ്ട് കേട്ടോ. പിന്നെ ഓവറല്ല എന്നാ പോലും. പിന്നെ ചിലപ്പോ ഒക്കെ ഞാൻ കടുക് പൊട്ടിക്കുന്നതിന് പകരം നല്ല ജീരകം ഇട്ട് പൊട്ടിക്കും. അപ്പൊ കറിക്ക് ഒരു ഭയങ്കര ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. എനിക്ക് ഈ പറഞ്ഞ ജീരകത്തിന്റെ ഒക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒത്തിരി ജീരകം ഉപയോഗിക്കാറുണ്ട്. കടുകിന് പകരം അവർ പൊട്ടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ. അപ്പൊ അങ്ങനെ ഞാനും തുടങ്ങിയതാണ്. അത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റും കൂടുന്ന പോലെ തോന്നും. ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കലി എനിക്ക് ബ്രസ്റ്റ് സൈസ് നന്നായിട്ട് കൂടി തന്നെ നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ ഇത്തരത്തിൽ ഭക്ഷണത്തെ കൂടിയും പിന്നെ എക്സസൈസിൽ കൂടിയാണ് ഞാൻ ബ്രസ്റ്റ് സൈസ് കൂട്ടുകയും സാഗ് ആകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് കേട്ടോ. ഇനി സംശയം 7, ഗുളികയുണ്ടോ സൈസ് കൂട്ടാൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇഞ്ചക്ഷൻ ടാബ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റമർ മേടിച്ചിരിക്കുന്ന പപ്പായയുടെ സോപ്പും പിന്നെ പ്ലെയിൻ ലിബാം എന്തായാലും നിങ്ങൾ മേടിക്കണം കൂട്ടുകാരെ. ചുണ്ട് എന്തൊക്കെയാണെങ്കിലും ചുണ്ടയില് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും കുറച്ച് പ്ലെയിൻ വിവാക്സിന്റെ ലിബാം എടുത്ത് തേക്കുവാണെങ്കിൽ നിങ്ങളുടെ ചുണ്ടിന്റെ പിഗ്മെന്റേഷൻ മാറും. ചുണ്ടല്ല പ്ലം ആയിട്ട് ഡ്രൈ ആവാതെ കാണുന്നവർക്കൊരു ഭംഗി. നമ്മൾ ഈ തോന്നും ചുണ്ടൊക്കെ പൊട്ടിയിരുന്നാൽ നമുക്ക് എന്തോ പോലെ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല ആ രീതിക്ക്. പിന്നെ നമുക്ക് ഭയങ്കര വേദന എടുക്കും ചുണ്ട് പൊട്ടിയിരുന്ന. അങ്ങനെ പിന്നെ എപ്പോഴും തുപ്പലം കൊണ്ട് ഇങ്ങനെ ചുണ്ട് നനയ്ക്കാനേ പാടില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അത് ശരിയല്ല, കൂടുതൽ ഡ്രൈ ആയി പൊട്ടും. അപ്പൊ നമ്മളെപ്പോഴും ചുണ്ടേ കുറച്ച് ലിപ്പാം തേച്ചേക്കുക. ഇതാവുമ്പോൾ ഭക്ഷണത്തിന് കൂടെ ഉള്ളി പോയ പോലും പേടിക്കേണ്ട. വിവാക്സും കോക്കനട്ട് ഓയിലും ആണ്, എസെൻഷ്യൽ ഓയിലാണ് ഇത് ചേർത്തേക്കുന്നത്. അങ്ങനെ പിന്നെ ഇത് നമ്മുടെ ബോഡി മോയ്സ്ചർ അടിപൊളിയാണ്, എല്ലാവരും മേടിക്കുന്നുണ്ട്. അപ്പൊ അതും പാക്ക് ചെയ്തിട്ട് കേട്ടോ. ഇനി 7ാമത്തെ സംശയം എന്നത് ഗുളികയുണ്ടോ സൈസ് കൂട്ടാൻ എന്നുള്ളതായിരുന്നു. ഇഞ്ചക്ഷൻ ടാബോ ഒക്കെ എടുക്കുന്നവർ ഉണ്ടാകാം, പക്ഷെ അതൊരിക്കലും ഹെൽത്തി ആയ മാർഗമല്ല. കോംപ്ലിക്കേഷൻസ്, സൈഡ് എഫക്റ്റ് ഒക്കെ ഒരുപാടാകാം. ഹോർമോൺ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്ത് അത്ര നീടുള്ളപ്പോൾ പ്രഗ്നൻസി ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഡോക്ടേഴ്സ് നൽകുന്നതാണ് ഹോർമോൺ ഇഞ്ചക്ഷൻസും സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസും ഒക്കെ. അപ്പം അല്ലാതെ നമ്മൾ അത്തരം കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്രസ്റ്റ് സൈസ് കൂട്ടാൻ വേണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൈഡ് എഫക്ട് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി 8ാമത്തെ സംശയം, എന്റെ ഭർത്താവ് എന്നെ വെറുക്കുന്നത് എനിക്ക് ബ്രസ്റ്റ് സൈസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണോ ചേച്ചി? എല്ലാ ഹസ്ബൻഡുമാരും ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ളതായിരുന്നു. ഒരിക്കലും അല്ല മോളെ. എല്ലാ ഹസ്ബൻഡുമാരും ഒരിക്കലും ഇങ്ങനെ ഭാര്യയെ വെറുക്കുന്നവരോ മാനസിക പീഡനം കൊടുക്കുന്നവരോ അല്ല. അതൊക്കെ ഒരു പുരുഷൻ വല്ലാതെ ടോക്സിക് നേച്ചർ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നാർസിസ്റ്റ് ആയതുകൊണ്ടോ ആണ്. ഇനി ബ്രസ്റ്റ് സൈസ് ഉണ്ടെങ്കിൽ മറ്റൊരു കാരണം കണ്ടെത്തി അയാൾ നിങ്ങളെ വേദനിപ്പിക്കും, അത്രയേ ഉള്ളൂ. ഒരു നല്ല പുരുഷൻ കല്യാണം കഴിച്ച സ്ത്രീയെ ഒരു തരത്തിലും മാനസികമായോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ പീഡിപ്പിക്കില്ല. ഓരോ ദിവസവും സ്നേഹം, കെയർ, സപ്പോർട്ട് കൊണ്ട് പൊതിയേ ഉള്ളൂ. അയാളെ പോലെയുള്ള ഒരു ഫ്രോഡിന് വേണ്ടിയിട്ട് ഈ കുട്ടി സമയം കാലം മുഴുവൻ വിഷമിച്ച് കഴിയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് ഞാനിത് പബ്ലിക്കായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്നും കൂടി ഓർത്തത്. ആ കൊച്ചിനോട് ഞാൻ എന്റെ മാക്സിമം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്നുകിൽ എന്റെ ശരീരം ഇങ്ങനെയാണ്, ഞാനതിൽ ഓക്കെ ആണ് എന്ന ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുക. അല്ലെങ്കിൽ സ്വയം തൃപ്തിക്ക് വേണ്ടി മാത്രം ബ്രസ്റ്റ് സൈസ് കൂട്ടാൻ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുക. എവിടെയോ കിടക്കുന്ന ടോക്സിക് ആയ ഒരു പുരുഷന്റെ തൃപ്തിക്ക് വേണ്ടി ആകരുത് ഒന്നും ഒരു വേദനയും.
നിങ്ങൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കൂ. സൗന്ദര്യം കൊണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡീപ്പായിട്ട് അവരെ കുറിച്ച് അറിയുമ്പോഴാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രസ്റ്റും മുഖ സൗന്ദര്യവും ശരീരഭംഗിയും എല്ലാം ഉണ്ടാകും. പക്ഷെ അവരുടെ ഹസ്ബൻഡ് പല പല സ്ത്രീകളെ തേടി ഇറങ്ങുന്ന സ്വഭാവമായിരിക്കും. അത് അവരുടെ ടോക്സിക് സ്വഭാവമാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ടോക്സിക് നാർസിസ്റ്റ് ഭർത്താവ് ഇതുപോലെ ഭാര്യയുടെ ബിസിനസ് കോണ്ടാക്റ്റിൽ ഉള്ള കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ നമ്പർ ഒക്കെ തപ്പിയെടുത്തിട്ട് വാട്സപ്പിലും അതുപോലെ പിന്നെ സീക്രട്ട് ആയിട്ട് ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടാക്കി മറ്റു പെണ്ണുങ്ങൾക്ക് മെസ്സേജ് ഇടും. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേർക്കൊക്കെ നിന്റെ അത് കൊള്ളാം, ഇത് കൊള്ളാം, നിന്റെ ഫോട്ടോ കൊള്ളാം, വീഡിയോ കൊള്ളാം, നിന്റെ ഡ്രസ്സ് കൊള്ളാം എന്നൊക്കെ അങ്ങനെ പല പല മെസ്സേജുകൾ ഇടും. പൊറുതി മുട്ടിയ 3-4 പെൺപിള്ളേര് ഈ കാര്യങ്ങളൊക്കെ ഈ ഭാര്യ അറിയിച്ചു. അവൾ ഇതൊക്കെ അറിഞ്ഞപ്പോ ഷോക്കിൽ പോയി. കാരണം ഇയാൾ ഇങ്ങനെ ഒരു നേച്ചർ ഉണ്ടെന്ന് ഒരിക്കലും അവൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ അവൾ ആ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നോക്കി. അപ്പൊ കുറ്റം ഫുള്ള് ഭാര്യയ്ക്കായി. നീ സംശയരോഗിയാണടി, നിനക്ക് അസൂയാണടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അതിന് ഞാൻ വേറെ ഒന്നും ചെയ്തില്ലല്ലോ, കുറച്ച് മെസ്സേജ് ഇട്ടു എന്നല്ലേ ഉള്ളൂ, നിന്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കുന്നതുകൊണ്ട് അതിനുള്ള നന്ദി സൂചകമായിട്ട് ഞാൻ മെസ്സേജ് ഇട്ടതാ എന്നൊക്കെയായി ഭർത്താവ്. അയാൾക്ക് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല അയാൾ ചെയ്യുന്ന തെണ്ടിത്തരമാണെന്നോ അയാൾ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് ഇത് ഭയങ്കര മാനസിക പീഡനമാണെന്നോ ഒന്നും അയാൾക്ക് മനസ്സിലാവുന്നേ ഇല്ല. അടുത്ത നമ്മുടെ കസ്റ്റമർ മേടിച്ചിരുന്ന ബ്യൂട്ടി ഓയിലാണ്. ഇത് ഞാൻ നന്നായിട്ട് പാക്ക് ചെയ്തേക്കുന്നതാണ്, തുറന്നു പോകണ്ടെന്ന് ഓർത്തിട്ട്. പിന്നെ ഇത് നമ്മുടെ ലിപ്പാമ പിങ്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹസ്ബൻഡ് കുറ്റം പറച്ചിൽ തുടങ്ങി. നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നിനക്ക് സൗന്ദര്യമില്ല, അതുകൊണ്ട് സൗന്ദര്യമുള്ള സ്ത്രീകളെ കാണുമ്പോൾ നിനക്ക് അസൂയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അതായത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് എപ്പോഴും ഇതുപോലെയാണ്. നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് എപ്പോഴും ചെയ്യുന്നത് ബ്ലെയിം ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് വാദിയെ പ്രതിയാക്കി തടി തപ്പല്. അയാൾ അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല കേട്ടോ. ഇവിടെയുള്ള മറ്റൊരുത്തന്റെ ഭാര്യയെ കൊണ്ടുനടന്ന് സെക്സ് നടത്തി അവളെ പറ്റിച്ച് ക്യാഷ് അടിച്ചു മാറ്റി ജീവിക്കുന്നു. ഊട്ടിയിൽ കഷ്ടപ്പെട്ട് ഭർത്താവ് ജോലി ചെയ്യുന്നു. ഭാര്യ അതൊക്കെ എടുത്ത് കാമുകന് കൊടുക്കുന്നു. അയാൾ സെക്സ് നടത്തി കൊടുത്ത് കാശ് മേടിച്ച് മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ജീവിക്കുന്നു. അപ്പൊ ഭാര്യയുടെ സൗന്ദര്യക്കുറവ് കൊണ്ടല്ല ഒരു പുരുഷനും മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആകുന്നത്. അത് ജന്മഗുണവും പിന്നെ ടോക്സിക് സ്വഭാവം കൊണ്ടാണ്. അപ്പൊ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഇനിയിപ്പൊ ബ്രസ്റ്റ് സൈസ് ഇപ്പൊ അവളെ ഇംപ്ലാന്റ് ചെയ്ത് ബ്രസ്റ്റ് സൈസ് കൂട്ടിയാൽ അയാൾ അടുത്ത ഒരു കുറ്റം കണ്ടുപിടിക്കും. എന്നിട്ട് അവളെ ഓൾവേസ് ഇങ്ങനെ മാനസിക പീഡനം കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിലൊന്നും കാര്യമില്ല. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ സ്വയം തൃപ്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ കൂട്ടി കൊണ്ടുവരിക, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. ഇല്ലാതെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം അടിമുടി മാറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ടോക്സിക് നേച്ചറാണ്. അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു സാമാന്യ രീതിക്കൊക്കെ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുക, വൃത്തിയായിട്ട് നടക്കുക, അതൊക്കെ മറ്റുള്ളവരുടെ ഒരു ചോയ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് നിന്റെ രൂപം മുഴുവൻ മാറണം, നീ ഇങ്ങനെയാണെങ്കിലേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഡിമാൻഡ് വെക്കുന്ന ഒരു ഭർത്താവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന് പറയുന്നത് ശരിക്കും ടോക്സിക് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ മാറേണ്ട ആവശ്യമില്ല. ഇതിന്റെ മനസ്സിലാണ് വീഡിയോയിൽ മൊത്തം. നമ്മന്റെ കൂടെ പാക്ക് ചെയ്യാൻ കൂടുന്നോ? അപ്പൊ പൂച്ചക്കുഞ്ഞെ പോയി പറഞ്ഞു പോകും. പക്ഷെ ബ്യൂട്ടി ഓയിൽ അങ്ങനെ മുഖത്ത് തേച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറെ നേരം വിട്ടിട്ട് രാവിലെ തേച്ച് വൈകുന്നേരം ആണെങ്കിൽ കഴിക്കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ആ ദിവസം അങ്ങനെ വിട്ടിട്ട് പിറ്റേ ദിവസം കഴിക്കളഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല. രാത്രി കിടക്കുമ്പോൾ ഒക്കെ തേക്കാം. ബോഡി മോയ്സ്ചർ അങ്ങനെ തന്നെ കേട്ടോ മുഖത്ത് ഞാൻ തേക്കാറുണ്ട്. കാരണം അതിൽ വിവാക്സും കോക്കനട്ട് ഓയിലും എസൻഷ്യൽ ഓയിലും വെജിറ്റബിൾ ഗ്ലിസറിനും എസൻഷ്യൽ ഓയിലും മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം സേഫാണ്, പക്ക സേഫാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുഖത്ത് തേക്കാം. ഒരു കെമിക്കലും ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ തേക്കാം. അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഇരുന്നോളൂ. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സേഫ് ആണ്. നമ്മുടെ മുഖത്ത് നമ്മൾ തേച്ച് നോർത്ത് ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ്. സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആവും. ഇപ്പൊ നമ്മൾ വീട്ടുപണികളൊക്കെ എടുത്ത് നടക്കുന്ന അല്ലെങ്കിൽ പുറമെ പോകുന്ന എങ്ങനെയാണെങ്കിലും ഒരു ഏജ് ആകുമ്പോൾ നമ്മുടെ ചുളിവുകൾ വന്നുകൊണ്ടിരിക്കുമല്ലോ ആ രീതിക്ക്. അപ്പൊ അത് ചുളിവുകളെയൊക്കെ കുറെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രാത്രി പകൽ എപ്പം വേണമെങ്കിൽ നമുക്ക് ബോഡി മോയ്സ്ചർ തേക്കാം, ഒരു കുഴപ്പമില്ല. അതേപോലെ മുഖത്തൊക്കെ പിന്നെ രാത്രി കിടക്കുമ്പോൾ തേച്ചിട്ട് കിടക്കും, പിറ്റേ ദിവസം കഴിക്കളയും. ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. മാറി ചില ദിവസം ബ്യൂട്ടി ഓയിലാണെങ്കിൽ ചില ദിവസം ബോഡി മോയ്സ്ചർ ആ രീതിക്ക്. ഇത് നമ്മുടെ കസ്റ്റമർ മേടിച്ചിരിക്കുന്ന 1 kg കോഫി ക്യൂബ്സ് ആണ്. ഒരെണ്ണം എടുത്തിട്ടുണ്ട് 2 ഗ്ലാസ്സിലേക്ക് നമുക്ക് ചൂടുവെള്ളത്തിലേക്ക്, ചൂടുവെള്ളമല്ല വെള്ളം വെക്കുക. ഇതിൽ നിന്ന് 1 ക്യൂബ്സ് എടുക്കുക, ഇടുക. 2 ഗ്ലാസ്സിലേക്ക് 1 ക്യൂബ്സ് മതി. അങ്ങനെ ഇടുക. എന്നിട്ട് പിന്നെ ഉച്ച പോലും അരിക്ക് പോലും വേണ്ട. അതിനകത്ത് ഒത്തിരി ആയുർവേദ മരുന്നുകളുടെ പൊടികളൊക്കെയാണ് ആ കിടക്കുന്നത്. അപ്പൊ അതങ്ങനെ തന്നെ നമുക്ക് കുടിക്കാം. ഓൾറെഡി ഇതിന് ഷുഗർ ആഡഡ് ആണ്, അതായത് പനയുടെ ശർക്കരയാണ് ആഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഡയബറ്റിക്കാർ അത്ര കഴിക്കണ്ട. അങ്ങനെ അപ്പൊ ബാക്കിയുള്ളവർക്ക് നമുക്ക് കഴിക്കാം. അങ്ങനെ ദിവസത്തിൽ 1 പ്രാവശ്യമൊക്കെ കഴിച്ചാൽ മതി. ആ രീതിക്ക് വളരെ കുറഞ്ഞ അളവിലാണ് കോഫി പൗഡർ ചേർത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആയുർവേദ മരുന്നുകളുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെയാണ്. ചുക്ക് കാപ്പിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കുടിക്കില്ല, അതിന്റെ വേറെ വെർഷൻ. പക്ഷെ കുറേയും കൂടി ആയുർവേദ മരുന്നുകൾ ചേർത്തേക്കുന്നതാണ് കേട്ടോ. അതാണ് നമ്മുടെ ഔഷധ കോഫി ക്യൂബ്സ് കേട്ടോ. അപ്പൊ അത് പാക്ക് ചെയ്യട്ടെ.
അതൊക്കെ എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇനിയിപ്പോ മഴക്കാലമൊക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾ മേടിച്ചു വെച്ചോളൂ, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചോളൂ കേട്ടോ. ഇനിയിപ്പോ പുറത്ത് വെച്ചിട്ട് പുത്തുപോയി അങ്ങനെ ഒരു ഇത് വേണ്ട, ഫ്രിഡ്ജ് വെച്ചു. ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നവരുണ്ട്, ഒത്തിരി പ്രൊഡക്റ്റ് മേടിക്കുന്നവരുണ്ട്. എങ്ങനെയാണെങ്കിലും നമുക്ക് ഓക്കെ ആണ് കേട്ടോ. കുഞ്ഞ് ഒറ്റ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ലേ. അവനവൻ ആവശ്യമുള്ള പോലെയല്ലേ മേടിക്കാം. ഈ കസ്റ്റമർ മേടിച്ചിരിക്കുന്ന സോപ്പും ഫേസ് വാഷ് പൗഡർ, ഇതാണ് ഞാൻ പറഞ്ഞ ഫേസ് വാഷ് പൗഡർ. എന്തോരം ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയേക്കണെന്നറിയോ, അടിപൊളിയാണ് കൂട്ടുകാരെ. വയക്കാളി. അടുത്ത നമ്മുടെ കസ്റ്റമർ മേടിച്ചിരിക്കുന്ന 2 ഇതുപോലെയുള്ള വയറൊതുങ്ങുന്ന അങ്ങനത്തെ കോട്ടന്റെ നല്ല 2 പാൻറ്റീസും, പിന്നെ ആശാളി അരി, കരിഞ്ചീരകം, പിന്നെ 3 ബ്യൂട്ടി ഓയില്, ഈ ഡ്രസ്, പിന്നെ 3 ബ്യൂട്ടി ഓയില്, പിന്നെ ഒരു നൂഡ് ലിപ്പാമും പിങ്ക് ലിപ്പാമും 2 ബോഡി മോയ്സ്ചർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കവറിലേക്ക് ആക്കിയിട്ട് പാക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഫേസ് വാഷ് പൗഡറും ഗ്രീൻ ടീയും ആണ് കേട്ടോ, അത് പാക്ക് ചെയ്യട്ടെ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗീയും അതുപോലെ തന്നെ പിങ്ക് ലിപ്പാമാണ്. പിങ്കും ഉണ്ട്, റെഡും ഉണ്ട്, നൂഡ് ഷെയ്ഡ് ഉണ്ട്, നമ്മുടെ അടുത്ത് പ്ലെയിൻ ഉണ്ട്. അങ്ങനെ 4 ടൈപ്പ് ലിപ്പാമാണ് ഉള്ളത്. അടുത്ത നമ്മുടെ കസ്റ്റമർ കസ്തൂരി മഞ്ഞളും ബ്യൂട്ടി ഓയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പാക്ക് ചെയ്യട്ടെ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് കണ്ട ബോട്ടിൽ ക്ലീനിങ് ബ്രഷ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസ്റ്റിലാണ് ഈ അരികില്, ഇത്രയും നീളമുണ്ട്. അതുകൊണ്ട് വലിയ ഫ്ലാസ്ക് അടക്കം നമുക്ക് ബോട്ടിലുകളോ ഒക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ മുടിയിലിടുന്ന ഒരു ബക്കിള്, നല്ല ഭംഗിയുള്ള ബക്കിളാണ്. ബോഡി മോയ്സ്ചർ, കസ്തൂരി മഞ്ഞൾ, ഇത്രയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, പാക്ക് ചെയ്യട്ടെ. ഇനി നമുക്ക് കുറച്ച് ചെടികൾ പാക്ക് ചെയ്യാം. കുറച്ച് ചെടികൾ ഞാൻ ഇന്ന് നമുക്ക് അയക്കാനുള്ള ചെടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചാക്കിലേക്ക് ആക്കിയിട്ട് ചെടികൾ കൊണ്ടുവരട്ടെ കേട്ടോ. എന്നിട്ട് ചെടി പാക്ക് ചെയ്തിട്ട് പിന്നെ അടുത്തത് ഇതുപോലെ ഒരു 2 സെറ്റും കൂടി എനിക്ക് പാക്ക് ചെയ്യാനുണ്ട്. അത് ഇതുപോലെ തന്നെ ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ്. അത് ഞാൻ എന്നിട്ട് വേഗം പാക്ക് ചെയ്തിട്ട് നമുക്ക് കൊറിയറിൽ കൊടുത്തുവിടാം. ചെടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ചെടിയും കാണിച്ചു തരാം ആരൊക്കെ എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളതെന്ന്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹെർബ്സാലിസ്. ഇത് കുറെ കൂടി വലിയ ചെടിയാകും, നിറയെ റെഡ് കളർ ആകും. വെയിലത്തോട്ട് ഇട്ടാൽ മതി. ആദ്യം ഇത് പിടിച്ചു കിട്ടണ വരെ ഷെയ്ഡിൽ നിർത്തുക. എന്നിട്ട് പിന്നെ ഇത് നല്ല ചുമന്ന തണ്ടുകളാകും. അത് ഇനി നിറച്ച് മുത്തുമണി പോലെ, മഞ്ചാടി മുത്ത് പോലെ ഇതുപോലെ നിറയെ തൂങ്ങിക്കിടക്കും. അങ്ങനെയാണ്. അവർ 2 ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ അകത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ബബിൾ പേപ്പറിലൊക്കെ കവർ ചെയ്തിട്ട് സേഫ് ആയിട്ട് നമുക്കത് പാക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 34 സൈസിന്റെ പാഡഡ് ആയിട്ടുള്ള 2 ബ്രായ്, പിന്നെ ഒരു മണിമുല്ല, പിന്നെ റിംഗൂൺ ക്രീപ്പർ. ഇത് 2ആണ്. മണിമുല്ല ഇപ്പൊ സീസൺ അല്ല, പക്ഷെ നിറയെ ഉണ്ടാവും. ഒരു തണുപ്പ് ഡിസംബർ ആ ഒരു സമയത്തൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ പൂക്കുന്നത്. 2 പ്രാവശ്യം പൂക്കാറുണ്ട് ആ രീതിക്ക്. പിന്നെ മഴയോടനുബന്ധിച്ച് ഒന്ന് പൂക്കുന്നതാണ് കേട്ടോ. ആ രീതിക്കാണ് നിറയെ ഉണ്ടാവും കേട്ടോ. നല്ല മുല്ലപ്പൂക്കള്, ഒരു ലക്ഷക്കണക്കിന് മുല്ലപ്പൂക്കൾ ഒന്നിച്ച്. പിന്നെ നല്ല മണമുണ്ട്. റിംഗൂൺ ക്രീപ്പറിന് മണമില്ല, പക്ഷെ അതീവ ഭംഗിയാണ്. നമ്മുടെ മുറ്റത്തിൽ ഏറ്റവും കൂടുതൽ പൂത്ത് വെക്കുന്നതാണ് റിംഗൂൺ ക്രീപ്പർ കേട്ടോ. അങ്ങനെയാണ്, ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ. അതാണ് റിംഗൂൺ ക്രീപ്പർ. അപ്പൊ ഇത് 2 കൂടെ നമുക്ക് പാക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കമേലി അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളുമാണ്, പാക്ക് ചെയ്തിട്ട് കേട്ടോ. അടുത്ത നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോഞ്ചിയാണ്. ഇത്ര വലിയ തൈകളാണ് കോഞ്ചി, റംഗൂൺ ക്രീപ്പർ ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അടിപൊളിയാണ്. എന്തൊരു ഭംഗി ഇതിന്റെ പൂക്കളൊന്നും പെട്ടെന്ന് വളരുന്ന ചെടിയാണ്. ഞാനിപ്പോ ഒരു 3-4 എണ്ണം നമ്മുടെ നമ്മുടെ വീണ്ടും ചുറ്റും നട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഭംഗി കണ്ടിട്ട് വിരിഞ്ഞു കഴിഞ്ഞപ്പോ അത്രയും ഭംഗിയുണ്ടെന്ന് കണ്ടുകൊണ്ട് അങ്ങനെയാണ്. നല്ല രസമാണ്. ഇങ്ങനെ മരത്തിലേക്ക് ക്രീപ്പർ പ്ലാന്റ് ആണ്. മരത്തിലേക്കോ അല്ലെങ്കിൽ ഓടയിലേക്കോ എവിടെ വേണേ നമുക്ക് കയറ്റിവിടാം. അങ്ങനെയാണ്. എന്തോ ഒരു പൂക്കള ഒരു പ്രാവശ്യം ഇത് പൂ വിരിഞ്ഞിട്ടുണ്ട്. ഒരു 3 മാസം കണക്കാം. അത്ര നാൾ ആ പൂക്കൾ നിൽക്കും. എന്നിട്ട് കളറ് മങ്ങി ലാസ്റ്റ് പോകും. ഈവൻ വിരിയുമ്പോൾ അതില് മങ്ങി പോകുന്ന വരെ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് തന്നെ. അത്ര രസം. ഇല കാണാത്ത വിധത്തിൽ അങ്ങ് പൂത്തോളും. അങ്ങനെ ഇല പടർന്നു കയറി വല്ലാത്ത ശല്യം ഉണ്ടാക്കത്തുമില്ല. ആ രീതിയാണ്. അപ്പൊ നമുക്ക് ഇതിലൊന്ന് പാക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്യാം. ഒരു എക്സ്ട്രാ സെറ്റ്. ആ പക്ഷെ കുഞ്ഞ് ഫോൺ കൊത്തുന്നു. ഇത്രയും ചെടികളാണ് ഇന്ന് നമ്മൾ കൊറിയർ പാക്ക് ചെയ്ത് വിടുന്നത് കേട്ടോ. ഇനിയിപ്പോ ഞാൻ ഇതും കൂടി ചാക്കിലേക്ക് എടുത്ത് വെച്ചിട്ട് അടുത്ത സെറ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് ഇനി ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. വേഗം പാക്ക് ചെയ്തിട്ട് വേഗം വിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഐ ഹോസ്പിറ്റലിൽ പോകണം. അവിടെ കുറച്ച് സമയം എടുക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസങ്ങളെ പറ്റി ഞാൻ ഷൂട്ട് ചെയ്യാം. അപ്പൊ ശരി കൂട്ടരെ, ഇല്ലെങ്കിൽ ആ സ്ക്രീനിൽ നമ്മുടെ നമ്പർ ഉണ്ട്. എന്തൊക്കെ പ്രൊഡക്റ്റ് വേണോ നേരെ ഒരു ഹൈ വിട്ടോളൂ. അല്ലെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ കയറി വാട്സപ്പിൽ കാറ്റലോഗിൽ കയറി നോക്കിയിട്ട് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കാർട്ടിലേക്ക് ആഡ് ചെയ്യോ അല്ലെങ്കിൽ മെസ്സേജ് ഇടോ, എന്താണെന്ന് മെസ്സേജ് ചെയ്തോളൂ. അപ്പൊ ശരി ടാറ്റ. നമുക്ക് പറ്റിയ വീണ്ടും കാണാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.